ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായതിൽ അഭിമാനവും ആഹ്ലാദവുമെന്ന് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ സജന സജീവൻ അധ്യാപക എൽസമ്മയ്ക്കും മാതാപിതാക്കൾക്കും ഒപ്പം ക്രിക്കറ്റ് അസോസിയേഷനുകൾക്കും കൃഷ്ണഗിരി സ്റ്റേഡിയത്തിനുമാണ് നന്ദി രേഖപ്പെടുത്തുന്നത്. ബംഗ്ലാദേശുമായുള്ള മത്സരത്തിൽ അടക്കം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷയെന്നും സജന 24-നോട് പറഞ്ഞു. സുർജിത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമായി മറ്റൊരു വയനാട്ടുകാരി കൂടി സജന സജീവൻ നമ്മോടൊപ്പം ചേരുകയാണ്. അന്ന് IPL മത്സരങ്ങൾക്ക് ശേഷം കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ ഒരു സ്വീകരണം നൽകിയിരുന്നു. അതിൽ തൻ്റെ സ്വപ്നം ഇന്ത്യൻ ടീമാണ് എന്നുള്ളത് തന്നെയാണ് സജന പറഞ്ഞത്. എന്താണ് ആ സ്വപ്നം യാഥാർത്ഥ്യമായല്ലോ? വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം അഭിമാനമുണ്ട്. ഇങ്ങനൊരു എന്താ പറയുക, ഇന്ത്യൻ ജേഴ്സി അണിയുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പം അതിൽ പുറകിൽ ഒരുപാട് ആൾക്കാരുടെ എഫേർട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ ശരിക്കും അന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ കളിക്കുക എന്നാണ് ക്രിക്കറ്റ് തുടങ്ങിയ ഒരു പ്രൊഫഷണലായിട്ട് വന്നപ്പോൾ തന്നെയുള്ള ആഗ്രഹം. അപ്പം ഇത്ര എന്താ പറയുക WPL കളിച്ച് ഇത്ര വേഗം ആ ഒരു സ്വപ്നം എന്താ പറയുക ശരിക്കും നടക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ മുന്നോട്ട് പോക്കിൽ ഒരുപാട് നന്ദിയുള്ള ആളുകളുണ്ടാവും. സ്വാഭാവികമായും അവരെ കൂടി ഓർമ്മിക്കാനുള്ള ഒരു അവസരം കൂടി ആക്കാതെ തീർച്ചയായും. ഇപ്പോൾ ഒരുപാട് മുൻപ് ഇൻ്റർവ്യൂസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് എൻ്റെ പുറകിൽ. എന്തായാലും ഏറ്റവും കൂടുതൽ എൽസമ്മ ടീച്ചർ മുതൽ എന്നെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്ന എൽസമ്മ ടീച്ചർ മുതൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സപ്പോർട്ട് ഭയങ്കര വലുതാണ്. അതേപോലെ എൻ്റെ സ്വന്തം അസോസിയേഷൻ വയനാട് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സപ്പോർട്ട് ഭയങ്കരമാണ്. അപ്പോൾ ഒരുപാട് പേരുകൾ എടുത്തു പറയാൻ നിൽക്കുന്നില്ല, കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എൻ്റെ കോച്ചസ് ആണെങ്കിൽ ഇപ്പം നിലവിലുള്ള രാജഗോപാൽ സാർ എൻ്റെ കോച്ച് ഭയങ്കര കഴിഞ്ഞ WPL കിട്ടിയില്ലെങ്കിൽ കൂടെ എന്നും ഓർമ്മപ്പെടുത്തുമായിരുന്നു അടുത്ത വർഷത്തെ WPL പ്രാക്ടീസ് ചെയ്യണം, അതിനുള്ള പ്രിപ്പറേഷൻ നടത്തണമെന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ മുൻപ് കേരള ടീമിൻ്റെ കോച്ചായിരുന്ന സുമൻ മാം. അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ പുറകിലുണ്ട്. ഇപ്പം എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, എന്നാലും എല്ലാവരും ഓർമ്മയുണ്ട്. നമ്മളെ ഫിസിയോസ് ആണെങ്കിലും ട്രെയിനേഴ്സ് ആണെങ്കിലും കൃഷ്ണഗിരിത്തെ ഓരോ പുല്ലും പുൽനാമ്പും എൻ്റെ വിജയത്തിന് അർഹതപ്പെടുന്നുണ്ട്. അപ്പം മെയിനായിട്ടുള്ളത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്കൊന്നും പോവില്ല. അതേപോലെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കൃഷ്ണഗിരി, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നത്. ഏറ്റവും വലിയ താങ്ക്സ് എൻ്റെ പാരൻസിന് തന്നെയാണ്. അപ്പോൾ ഞങ്ങളെ പാരൻസ് അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അന്നേ ഒരു എന്തെങ്കിലും വിലക്കിട്ടിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ കാണുന്ന സജന ഉണ്ടാവില്ല. പിന്നെ ഏറ്റവും വലിയ താങ്ക്സ് മീഡിയക്കാർക്ക് തന്നെയാണ്. ഒരുപാട് എന്താ പറയുക എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ മീഡിയക്കാരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എല്ലാ മീഡിയക്കാർക്കും നന്ദി പറയുന്നു. ഈ സഹ കളിക്കാരുണ്ട്. ഈ മുന്നുമണി വയനാട്ടിൽ നിന്നുള്ള ആളാണ്. ഇപ്പോൾ ആശ ശോഭന വന്നിരിക്കുന്നു, ഒപ്പം തന്നെ ടീമിലുണ്ട്. അവരെക്കുറിച്ച് കൂടി ഒന്ന് സംസാരിക്കാം. ആശ ചേച്ചിൻ്റെ ക്യാപ്റ്റൻസിയിലാണ് ഞാൻ കേരള ടീമിൽ ആദ്യമായിട്ട് കളിക്കുന്നത്. അപ്പോൾ ആ അത്രയും വർഷത്തെ 2012 മുതൽ 24 ഈ ഒരു സീസൺ വരെയുള്ള ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ആശ ചേച്ചിനെ എന്നെ മര്യാദക്ക് മനസ്സിലാക്കുന്ന ഒരു സീനിയർ പ്ലെയറാണ്. എന്നെ നന്നായിട്ട് അറിയുന്ന ഒരു സീനിയർ പ്ലെയറാണ്. അപ്പോൾ ആശ ചേച്ചിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. കാരണം ഭയങ്കര ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു, മുൻപേ കിട്ടേണ്ടതായിരുന്നു. പിന്നെ എല്ലാത്തിനും ഓരോ സമയമുണ്ടെന്ന് പറയുന്ന പോലെ ചേച്ചിക്കും എനിക്കും ഒരുമിച്ച് കിട്ടി. പിന്നെ മിന്നുവിൻ്റെ കാര്യം നമ്മൾ ഒരുമിച്ച് മാനന്തവാടിയിൽ നിന്ന് തന്നെ കളി തുടങ്ങിയതാണ്. അപ്പം എന്നേക്കാൾ മുമ്പേ മിന്നുവിനാണ് ഇന്ത്യൻ ടീമിൽ കിട്ടിയത്. അത് വളരെയധികം എന്താ പറയുക, അതും വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാലും മണി കഴിഞ്ഞിട്ട് ഞാനും മാനന്തവാടിയിൽ നിന്ന് കയറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ അച്ചീവ്മെൻറ്റിലും ഭയങ്കര സന്തോഷമുണ്ട്. എന്നും എപ്പോഴും നമ്മളെല്ലാവരും എന്താ പറയുക ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. ബംഗ്ലാദേശ് പര്യടനമാണ് മുന്നിലുള്ളത്. അതിനുശേഷം ബംഗ്ലാദേശിൽ തന്നെ നടക്കുന്ന വനിതാ ലോകകപ്പ്. അപ്പോൾ സ്വപ്നങ്ങൾ ഏറെയുണ്ട്. തീർച്ചയായും. അപ്പോൾ ഇന്ത്യ കിട്ടുക എന്നായിരുന്നു. അപ്പോൾ ഓരോ സീസണിലും ഓരോ സ്വപ്നമാണ്. WPL വരുമ്പോൾ WPL കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. WPL കഴിഞ്ഞപ്പോൾ ഇന്ത്യ കിട്ടി. കിട്ടുക എന്ന് ഇന്ത്യൻ ടീമിൽ കയറുന്നത് ഇപ്പോൾ പറയുമ്പോഴത്തേക്കും പെർഫോമൻസ് ചെയ്താൽ കയറും, അങ്ങനെയുള്ള ഒരു ഈസി കാര്യമാണ്. പക്ഷെ അത് നിലനിർത്തി പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ കിട്ടുന്ന അവസരത്തിൽ പെർഫോമൻസ് ചെയ്ത് എല്ലാ ഫോർമാറ്റിലും, അതായത് T20 1 ഡേ അതേപോലെ മൾട്ടി ഡേ എല്ലാം വരുമ്പോൾ ഇന്ത്യൻ ടീമിന് വേണ്ടി ജേഴ്സി അണിയണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും 24-ന് വേണ്ടി എല്ലാ ആശംസകളും നേരുന്നു. വയനാടിൻ്റെ അഭിമാനമാകുന്നു, ഒപ്പം തന്നെ കേരളത്തിൻ്റെയും അഭിമാനമാകട്ടെ എന്ന്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പ, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.